ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു മന്ത്ലി ജേർണലിംഗായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ജേർണൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വേറൊരു ജേർണൽ കൂടി ചെയ്യാൻ കരുതി, ജനുവരിയുടെ തന്നെ. അപ്പോൾ ഇതായിരുന്നു ഞാൻ ആദ്യമേ ചെയ്ത ജേർണൽ. ഇനി നമുക്ക് രണ്ടാമതൊരു ജേർണൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പേജിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇവിടെ കുറച്ച് ആ ഒരു സ്കെച്ചിൻ്റെ സംഭവത്തിൻ്റെയൊക്കെ കുറച്ച് സംഭവങ്ങൾ പുറകിലേക്ക് ആയിട്ടുണ്ട്, കാരണം നൈസ് പേജ് ആയതുകൊണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് സംഭവങ്ങൾക്ക് ഓർമ്മ വന്നു. അങ്ങനെ ഓർമ്മ വന്ന കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഈ ഇല. ഞാൻ എവിടെ പോയിക്കൊണ്ടിരുന്നപ്പം എനിക്ക് അവിടെ കിടന്നപ്പോൾ കിട്ടി. എനിക്ക് ഭയങ്കര വിൻറ്റേജ് ലുക്ക് തോന്നിയിട്ട് നമുക്ക് ജനുവരി ജേർണൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നതാണ്. ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഞാൻ കണ്ടത്. ഇത് ഞാൻ വീഡിയോ എടുത്തത് തലതിരിഞ്ഞാണ്. ഇത്രയും വലിയ മണ്ടത്തര ലോകത്തിൽ ആർക്കും പറ്റില്ല. ഇപ്പോൾ തൽക്കാലം സാരമില്ല, നമുക്കിത് തന്നെ ഇട്ടേക്കാം. പിന്നെ ഞാനത് അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു വിൻറ്റേജൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ വിൻറ്റേജിൻ്റെ എല്ലാ ഐറ്റംസൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് കുറച്ച് കളർഫുൾ ആയെന്നാണ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത്തിരി വൃത്തികേട് പോലെ ഉണ്ടായിരുന്നത് ഞാനൊരു ബോർഡർ ആക്കി കൊടുത്തു. അതായത് നമുക്ക് ഈ ഡേറ്റൊക്കെ എഴുതിയിടല്ലോ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ ഇട്ട് ഞാൻ റൈറ്റിങ്സ് എഴുതാമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇതും കൂടിയുണ്ട്. അതെന്താക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ഫ്ലവർ പോട്ട് ആക്കിയല്ലാണ്. പക്ഷേ ഫ്ലവേഴ്സൊന്നും ഞാൻ വെച്ചില്ല. ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻ പോട്ട് പോലെ തന്നെ ലീവ്സ് മാത്രമേ ഇട്ടുള്ള സംഭവമൊക്കെ വെച്ചു. ഇപ്പോൾ ഒരു തീം കുഴപ്പമില്ല, എനിക്കിപ്പോൾ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ ഇട്ട് നമുക്ക് റൈറ്റിങ്സ് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണം. അതിനെ കുറച്ച് സംഭവം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാം അവസാനം. ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി കൂടെ നമുക്ക് ചെയ്യാം. ഞാൻ കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ 10 ദിവസത്തെ ലീനിരുന്ന് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ചു ഇതിലെടുത്ത് ഒട്ടിക്കാമെന്ന്. അപ്പോൾ ഞാനങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത്തിരി വിൻറ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വിൻറ്റേജ് ടൈപ്പ് പോലെയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിക്കാമെന്നാണ് ഞാൻ കരുതണത്. നമുക്കിത് പശ വെച്ചാണ് ഞാൻ ഒട്ടിക്കണം. ഫെവിഗം ആട്ടോ ഞാൻ എടുത്തേക്കണത്. തലതിരിഞ്ഞായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അവസാനം കുറച്ച് കഴിയുമ്പോൾ തലതിരിവൊക്കെ മാറും കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ബാക്കി പശ ഉണ്ട് കേട്ടോ, ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ജേർണലൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ ഇവിടെ കുറച്ചുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് എഴുതിയും പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ മാറും. നമുക്ക് ഇവിടെ ജനുവരിയിൽ നിന്ന് എഴുതാമെന്ന് ഞാൻ കരുതി. ജനുവരിയിൽ നിന്ന് ഞാൻ ഗ്ലിറ്റർ പെൻ വെച്ചാട്ട് എഴുതിയേക്കണം. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് റൈറ്റിങ്സൊക്കെ എഴുതണ്ടേ. അതിനിടയ്ക്ക് ഞാൻ സ്റ്റിക്കി നോട്ടിനെ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുള്ളീനെ എടുത്തില്ല, എനിക്കൊരു സമാധാനം ഇല്ല. ഞാൻ കുറേ നാളെ ഉണ്ടാക്കിയിട്ട് ഒന്നും ഉപയോഗിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഭാഗത്തായിട്ടുണ്ട് വെക്കാമെന്ന്. കാരണം അവിടെ അത്ര കുറേ വെറുതെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആക്കി വെക്കാമെങ്കിൽ ഇത്തിരി കൂടി കുഴപ്പമില്ലല്ലോ. ഞാനത് ആ ഒരു ഭാഗത്താക്കി ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് അതിൽ എന്തെങ്കിലും റൈറ്റിങ്സ് എഴുതാം. പക്ഷെ ഞാൻ എഴുതുന്നത് എൻ്റെ ബർത്ത്ഡേയെ കുറിച്ചായിരിക്കും. അത്ര വല്ലതല്ല, മൈ ബർത്ത്ഡേ ഈസ് കമ്മിങ് സൂൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഞാൻ എഴുതാം. ഇത് നമുക്ക് മെയിൻ സംഭവമാണ് ഈ ഒരു ഭാഗത്തൊക്കെ എഴുതിയൊക്കെ വേണ്ട. നമുക്ക് എഴുതാം. എഴുതിക്കഴിഞ്ഞാൽ എന്താവും ദൈവത്തിനറിയാം. നല്ല കൈശ്ശരി ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല കൈശ്ശരിയാണ്. എൻ്റെ കൈശ്ശരി ഇതിങ്ങനെയൊക്കെ എനിക്ക് വരുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡേറ്റ് എഴുതും. അപ്പോൾ ഞാൻ ആ സൈഡ് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല, ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു സ്റ്റിക്കർ ഉണ്ടായിട്ട് അതൊക്കെ വരച്ചെന്നതിൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് റിയാണ്. അപ്പോൾ ആൾക്കും കൂടി ഒരു താങ്ക്സ് പറയുന്നു. അപ്പോൾ ഞാനതെടുത്ത് ആ സൈഡിലായിട്ട് ഒട്ടിക്കാമെന്ന് എഴുതി. പിന്നെയും നമുക്കിനി ഡേറ്റ് എഴുതണം. ഇത്രയും നേരമായിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും പോരാൻ വേണ്ടി അതും കൂടി അറിയാം. അപ്പോൾ ഇതാണ് എൻ്റെ ചാനൽ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.